വയനാട്ടിലേക്ക് വന്നാൽ വളരെ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചയാണ്. സൂര്യകാന്തി പൂക്കാലത്തിൻ്റെ കാഴ്ചയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള മാനന്തവാടി പഴശ്ശി പാർക്കിലാണ് സൂര്യകാന്തി പൂക്കൾ സന്ദർശകരെ കാത്തിങ്ങനെ വിരിഞ്ഞ് മനോഹരമായി നിൽക്കുന്നത്. പഴശ്ശി പാർക്കിൽ ദൃശ്യവിരുന്നൊരുക്കി തല ഉയർത്തി നിൽക്കുകയാണ് സൂര്യകാന്തി പൂക്കൾ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാർക്കിലേക്ക് കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സീസണൽ ചെടികളുടെ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും സൂര്യകാന്തി പൂ ചെടികളാണ് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്നെത്തിച്ച ഹൈബ്രിഡ് തൈകളാണ് പാർക്കിൽ നട്ടത്. മികച്ച പരിചരണവും വളപ്രയോഗവും സൂര്യകാന്തി പൂക്കൾക്ക് സാധാരണയിലും കവിഞ്ഞ വലുപ്പം നൽകുന്നുണ്ട്. 65 ദിവസം കൊണ്ട് കൃത്യമായിട്ട് പരിചരിച്ചു. വളം സാധാരണ ജൈവവളം തന്നെയാണ് കൂടുതലും. ചാണാനിട്ടിട്ടാണ് നട്ടത്. പിന്നെ കുറച്ച് ജൈവവളങ്ങളൂടെ വേറെ ഘട്ടഘട്ടമായി കൊടുത്തു. റീൽസും സെൽഫിയും എടുക്കാൻ ധാരാളം വിനോദസഞ്ചാരികളും പഴശ്ശി പാർക്കിലെത്തുന്നുണ്ട്. സൂര്യകാന്തിക്ക് പുറമെ ചെണ്ടുമല്ലിയും സീനികയും റോസും ഉൾപ്പെടെയുള്ള പൂച്ചെടികളും പാർക്കിൽ നട്ടു പരിപാലിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. അപ്പോൾ കമൽ പറയും കൂടുതൽ പൂക്കളുടെ വിശേഷങ്ങൾ. കമൽ, മനോഹരമായ കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു അല്ലേ, ചുരം കയറി എത്തുന്നവർക്ക് കാണാൻ ഒരുപാട് കാഴ്ചകൾ പലയിടങ്ങളിലും വയനാട്ടിലുണ്ട്. അപ്പോൾ ഇതൊരു സവിശേഷമായ കാഴ്ചയാണ്. ഇത് ആരുടെ പ്ലാനാണ്? ഇത് കൂടുതൽ വിപുലമാക്കുന്നുണ്ടോ? മാനന്തവാടി പുഴയോരത്തുള്ള പഴശ്ശി പാർക്കിലാണ് സൂര്യകാന്തി പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നത്. അതും സാധാരണ നമ്മൾ കാണുന്നതിലും വലുപ്പമുള്ള പൂക്കളാണ്. പണ്ടൊക്കെ സൂര്യകാന്തി പാടം കാണണമെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ പോകേണ്ടിയിരുന്നു. ഇപ്പോൾ വയനാട്ടിലും ഒരുപാട് പേർ കൃഷി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അത് സൂര്യകാന്തി എണ്ണയ്ക്ക് വേണ്ടി അത് വിൽക്കാനൊന്നുമല്ല, പക്ഷേ റോഡരികിലൊക്കെ കൃഷി ചെയ്താൽ ആളുകൾ സെൽഫി എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഇറങ്ങും. അവരോട് ചെറിയ പൈസയൊക്കെ ഈടാക്കി അങ്ങനെയൊക്കെ പലരും കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പൂക്കൃഷിയൊക്കെ ഏതാണ്ട് ഓണം സമയത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് മാനന്തവാടി പാർക്കിൽ എന്തായാലും സൂര്യകാന്തി പൂത്തത്. സൂര്യകാന്തി മാത്രമല്ല, മറ്റ് പൂച്ചെടികളൊക്കെ അവിടെ പരിരക്ഷിച്ച് വരുന്നുണ്ട്. ധാരാളം വിനോദസഞ്ചാരികൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ആണെങ്കിലും വിനോദസഞ്ചാരികളും എത്തുന്ന ഒരു പാർക്കാണ്. മുൻപ് കുറേ കാലം കാട് പിടിച്ച് കിടന്നതായിരുന്നു. ശ്രീ OR കേളു MLA ആയതിനു ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ പാർക്കിൽ നടന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ റോസ് ഗാർഡനും അതുപോലെ പൂക്കൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കുന്നത്. മന്ത്രി കേളു വർഷങ്ങൾക്ക് മുൻപ് അവിടുത്തെ ജോലിക്കാരനായിരുന്നു. അതിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിന് ആ പാർക്കിനോടുണ്ട്. അങ്ങനെയാണ് ഒരുപാട് ഫണ്ടൊക്കെ ചിലവാക്കി അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. എന്തായാലും ഈ പൂക്കൾ വിരിഞ്ഞതോടെ വിനോദസഞ്ചാരികൾക്കും വളരെ സന്തോഷമാണ് ആ കാര്യത്തിൽ. കാരണം ഇപ്പോൾ എല്ലാവരും സെൽഫി എടുക്കലും റീലെടുക്കലും ഒക്കെയാണ്. ഈ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞതോടെ ഒരുപാട് ആളുകൾ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ നിർത്തി അത്തരത്തിൽ ഫോട്ടോ എടുക്കാനൊക്കെ പാർക്കിലേക്ക് എത്തുന്നുണ്ട്.